അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇബാദത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ദുആ എന്നുള്ള. അള്ളാഹുവിനോട് ദുആർക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളൊരു വിഷയം പലപ്പോഴും നാം ഗൗരവത്തിൽ കാണുന്നില്ല. നാം പലപ്പോഴും നിസ്കരിക്കുന്നവരായിരിക്കാം, ഖുർആനോതുന്നവരായിരിക്കാം, ദിക്റ് ചൊല്ലുന്നവരായിരിക്കാം, ധാരാളം സ്വലാത്തുകൾ ചൊല്ലുന്നവരൊക്കെ ആയിരിക്കാം. പക്ഷേ പലപ്പോഴും നാം നമ്മുടെ റബ്ബിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമ്മൾക്ക് ഇല്ലാതെയായി പോവുകയാണ്. ഏതൊരു ഇബാദത്തിനേക്കാളും വളരെ മഹത്വമുള്ളൊരു വിഷയം ദുആ തന്നെയാണ്. കാരണം ദുആ എന്ന് പറയുമ്പോൾ മനസ്സ് തുറന്ന് റബ്ബിനോട് നേരിട്ട് സംസാരിക്കുന്നൊരു വിഷയമാണല്ലോ. ആ സംസാരങ്ങൾ സംസാരിച്ച് നമ്മളെ കൽബ് റബ്ബുമായി നല്ലൊരു അടുപ്പം സാധിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുന്നതിനേക്ക് നമ്മളെ മനസ്സ് താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും ദുആ ചെയ്യുക, ഒരല്പനേരം റബ്ബിനോട് കൈയുയർത്തി ദുആ ചെയ്യുക എന്നുള്ള ആ സ്വഭാവം പലപ്പോഴും നമ്മളെ കൽബിൽ തോന്നുന്നില്ല. അത് ഇബ്ലീസ് അതിനെ എങ്ങനെയെങ്കിലും തടയിടുകയാണ്. കാരണം ഇവൻ ദ്വാരെന്നാൽ ഇവൻ്റെ മനസ്സിൽ അല്ലാഹുവിനോടുള്ള സ്നേഹം അടുപ്പം കൂടി പോകുമെന്നുള്ള ആ ഭയം കൊണ്ടാണ് ഇബ്ലീസ് പലപ്പോഴും നമ്മൾക്ക് അത്തരത്തുള്ള അവസരം ഉണ്ടാക്കി തരുന്നില്ല. അതിനൊക്കെയും മറികടന്ന് നാം പലപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നവരാകണം. അത് ചെറിയൊരു വിഷയമൊന്നുമല്ല. കേവലം ഒരു സ്വർഗം ചോദിക്കുക, കേവലം ഒരു നരകത്തിനെ തൊട്ട് രക്ഷ ചോദിക്കുക എന്ന് മാത്രമല്ലല്ലോ. നമ്മുടെ എല്ലാ ഓരോരോ നിമിഷം അല്ല, നിമിഷത്തിൻ്റെ നിമിഷം അതിനൊക്കെയും നിയന്ത്രിക്കുന്നവൻ റബ്ബാണല്ലോ. അപ്പോൾ ഓരോരോ കാര്യം റബ്ബിനോടാണ് ചോദിക്കേണ്ടത്, റബ്ബിനോടാണ് തുറന്ന് ചോദിക്കേണ്ടത്, സംസാരിക്കേണ്ടത്. അത് വല്ലാത്തൊരു രസകരമായ, വല്ലാത്ത മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു ഇബാദത്താണ് ദുആ എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ലാ തത്റുഖു ദുആ, ഒരിക്കലും പോലും നിങ്ങൾ ദുആയെ ഒഴിവാക്കരുത്, നഷ്ടപ്പെടുത്തരുത്. റബ്ബിനോട് ചോദിച്ചപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ നിരാശപ്പെട്ടിട്ട് പിന്നെ അതൊന്ന് ഒഴിവാകുന്നൊരവസരം ഒരിക്കലും പോലും നമുക്ക് വരരുത്. റബ്ബിനോട് നിരന്തരം ചോദിക്കണം. എത്ര ചോദിച്ചാലും പലപ്പോൾ ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും ദുആ ചെയ്തു എന്നതിൻ്റെ പേരിൽ, അതൊരു ഇബാദത്തായതിൻ്റെ പേരിൽ അതിലേക്ക് റബ്ബ് കൂലി നൽകുകയാണ്, പ്രതിഫലം നൽകുകയാണ്. അത് ചെറിയ വിഷയമൊന്നുമല്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫഖദ് ഇസ്തജാബല്ലാഹു ലിഇബ്ലീസ് വഹുവ ശർറുൽ ഖൽഖ്. വല്ലാത്തൊരു വാക്കാണ്. അള്ളാഹു ദുആക്ക് ഉത്തരം ചെയ്യും. എത്ര വരെ എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന് പോലും അള്ളാഹു ദുആക്ക് ഉത്തരം ചെയ്തിട്ടുണ്ടല്ലോ. അതായത് പണ്ട് കാലത്ത് ആദം നബി അലൈഹിസ്സലാമിലേക്ക് സുജൂദ് ചെയ്യാത്തതിൻ്റെ പേരിൽ അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവൻ റബ്ബിനോട് ചോദിച്ചതാണല്ലോ, ഖിയാമത്ത് നാൾ വരെ എനിക്ക് എൻ്റെ ആയുസ് നീട്ടി ഇട്ട് തരണമെന്ന് റബ്ബിനോട് ചോദിച്ചതിൻ്റെ പേരിൽ, റബ്ബിനോട് ദുആ ചെയ്തതിൻ്റെ പേരിൽ, റബ്ബിനോട് അപേക്ഷ നടത്തിയതിൻ്റെ പേരിൽ അവൻ്റെ ദുആക്ക് പോലും അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ടല്ലോ. പിന്നെയല്ലേ അവനെ വിശ്വസിച്ചുകൊണ്ടും അവനിബാദത്ത് ചെയ്തുകൊണ്ടും അവൻ്റെ സ്മരിച്ചുകൊണ്ട് റബ്ബിനെ കൈവരുത്ത് മനസ്സ് തുറന്ന് ദ്വാരനാൾ തീർച്ചയായും ആ ദുആക്ക് ഉത്തരം കിട്ടും എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ എല്ലാ ദിവസത്തിലും ഒരു അല്പസമയമെങ്കിലും റബ്ബിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ആ നല്ല സ്വഭാവം നമുക്കുണ്ടാകും. ഒരിക്കലും പോലും അത് നാം ഒഴിവാക്കരുത്. ദുആ എന്നുള്ളത് അത് ചെറിയ വിഷയമല്ല. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ എന്നല്ലേ മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മുഅ്മിനിൻ്റെ ആയുധമാണ് ദുആ എന്നുള്ളത്. അതായത് എല്ലാ ഷർറിൽ നിന്നും ദുന്യവിയായ ഉഖ്റവിയായ എല്ലാ ഷർറിനും തട്ടാൻ കഴിയുന്ന ഒറ്റ ഒരു അമലേ ഉള്ളൂ, അത് ദുആയാണ്. റബ്ബിനോട് ചോദിക്കുക, റബ്ബിനോട് ഖേദിച്ച് മടങ്ങുക. അത് വല്ലാത്തൊരു ഇബാദത്ത് തന്നെയാണ്. എല്ലാ ഇബാദത്തിനേക്കാൾ ഏറ്റവും പോരിശം അതിന് തന്നെയാണ്. ആ ദുആ
ഒരിക്കലും നാം മറന്നു പോകരുത്, നഷ്ടപ്പെടുത്തരുത്. ഒരല്പസമയമെങ്കിലും എല്ലാ ദിവസം ആ ദുആഇന് വേണ്ടി നാം സമയം കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.